ഇന്ന് ക്രിസ്മസൊക്കെ ആയതുകൊണ്ടേ ക്രിസ്മസിന് സ്പെഷ്യലി ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പവും ബീഫ് സ്റ്റൂ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കള്ളൊന്നും കിട്ടൂലല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ സാധാരണ ചൂട് സമയത്തൊക്കെ തേങ്ങാ വെള്ളത്തിൽ ഞാൻ കുറച്ച് പഞ്ചസാരയും ഈസ്റ്റും ഇട്ടിട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ തണുപ്പാകുമ്പം അങ്ങനെ വെക്കുമ്പോഴത് പൊങ്ങി വരാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത് ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത്. ഒരു ഗ്ലാസ് അരിയിലേക്ക് 2 ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്, കുറച്ച് ചോറ്, ഒരു 2 സ്പൂണ് ചോറേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. 2 സ്പൂണ് ചോറ് ചേർത്തിട്ടുണ്ട്, ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്, ജീരകം, പിന്നെ ചോറ്, പിന്നെന്താണ് ഇത് ചേർത്തിട്ടുണ്ട്, പഞ്ചസാര, തേങ്ങ, ഇതൊക്കെ കേട്ടോ ഞാൻ ചേർത്തത്. പിന്നെ ഈസ്റ്റും ചേർത്തിട്ട് നന്നായിട്ട് പിന്നെ അരച്ച് എടുത്തതാട്ടോ ഇതുള്ളത്. അപ്പം ജീരകമൊന്നും ഒരുപാട് ചേർക്കരുതിട്ട്, ഒരു 1/2 സ്പൂണ് മതി കേട്ടോ ജീരകം. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് കൂടുതൽ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്, കാരണം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് പൊങ്ങി വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ 2 ദിവസം മുന്നേ അരി വെള്ളത്തിലിട്ടിട്ട് വെക്കുക ചെയ്യുക കേട്ടോ. എന്നാലേ നമ്മളിപ്പോൾ വിചാരിച്ച ദിവസത്തിന് ഇത് പൊങ്ങി വരുള്ളൂ. അപ്പം ഞാൻ എന്നിട്ട് ഇത് ചൂടുവെള്ളത്തിലാട്ടോ പിന്നെ അരച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് പുളിച്ച മാവ്, ഇപ്പോൾ ഇഡലിക്കും ദോശയ്ക്കൊക്കെ പൊങ്ങിയ മാവ് ഉണ്ടാവുമല്ലോ, അത് ഞാൻ കുറച്ച് മാറ്റി വെക്കും കേട്ടോ. കാരണം ഈ തണുപ്പത്ത് പൊങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ കുറച്ച് പൊങ്ങിയ മാവും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് അരയ്ക്കുക എന്ന് പറയുന്നത് സാധാ പച്ചവെള്ളത്തിൽ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊങ്ങി വരാൻ പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല തിളച്ച വെള്ളം കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വിചാരിക്കും ഇതെന്താ അതിൽ തിളച്ച വെള്ളം ഒഴിക്കണമെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഡൽഹിയിൽ എല്ലാവർക്കും അറിയാം, ഡൽഹിയിലെ കാലാവസ്ഥ നല്ല തണുപ്പാണേ. അങ്ങനെ നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരയണേ. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ട് ഒരു ട്രിപ്പ് ഞാൻ അങ്ങനെ അരച്ച് എടുത്തു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഒഴിച്ച് വെക്കുന്നത് ഒരു കാസറോളിലാട്ടോ ഒഴിച്ച് വെക്കുന്നത്. കാരണം നമ്മുടെ സാധാ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് പൊങ്ങി വരില്ല. അപ്പോൾ ചൂടുവെള്ളം ആദ്യം ഞാൻ ചൂടുവെള്ളം ആ കാസറോളിൽ കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ഒന്നങ്ങനെ കഴുകുമല്ലോ. അപ്പോൾ ആ ഒരു ചൂട് അതിൽ കുറച്ച് സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ചൂടുവെള്ളം കുറച്ചൊന്ന് ഒഴിച്ചിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തൊന്ന് ഇളക്കിയിട്ട് ആ വെള്ളം കളഞ്ഞു കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ അരച്ച മാവ് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ആ ഒരു ചൂട് അതിൽ നിൽക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പം കാസറോളാകുമ്പം നല്ലപോലെ അടച്ച് വെച്ചാൽ മതിയല്ലോ. അപ്പം ഞാൻ ആദ്യത്തെ ട്രിപ്പ് നന്നായിട്ട് അരച്ചത് ഇതിലേക്ക് ഒഴിച്ച് ചേർത്തു കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാനത് അടച്ചു വെച്ചിട്ട്, അപ്പോൾ ചൂട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ ട്രിപ്പ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ നന്നായിട്ട് ഇതേപോലെ തന്നെ ചൂടുവെള്ളത്തിൽ അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതും അതേമാതിരി പെട്ടെന്ന് ഞാൻ അതിലേക്ക് ഒഴിച്ചു വെച്ചു. എല്ലാം അരച്ച് വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു കേട്ടോ. ഞാനൊരു സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ ജാറ് ഒന്ന് ജസ്റ്റ് ചൂടുവെള്ളം കുറച്ചൊന്ന് ഒഴിച്ചിട്ട് നല്ലോണം കുലുക്കിയിട്ട് ബാക്കിയുള്ളതും കൂടെ നമ്മളതിലേക്ക് ഒഴിക്കല്ലോ. അപ്പോൾ അവിടെയൊക്കെ ആയിപ്പോയിട്ടോ. പിന്നെ എനിക്ക് ഒന്നാമത് ഈ തണുപ്പത്ത് ഡബിൾ പണിയാവും കൂടി ചെയ്തിട്ട്, അപ്പോൾ അവിടെയൊക്കെ താഴെയൊക്കെ വീണിട്ടുണ്ടേ. അപ്പോൾ ഞാനത് രണ്ടാമത് ഉള്ള ആ വെള്ളമൊക്കെ എടുത്ത് നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേഗം തന്നെ ഞാനത് കാസറോൾ അടച്ച് വെച്ചിട്ടോ.
ഇനിയിപ്പോൾ എന്താ പറയുക, ചൂടൊക്കെ പോണതിൻ്റെ മുന്നേ തന്നെ നമ്മളൊക്കെ പിന്നെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വേഗം അടച്ചു വെക്കണം കേട്ടോ. ഇനിയാണ് ഒരു സൂത്രപ്പണി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പണിയായിരിക്കും, ഞാനും അതേമാതിരി കേട്ടോ ചെയ്യാറ്. നല്ലപോലെ ഞാൻ അതിൻ്റെ പക്കത്തുള്ള വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം വേഗം എവിടെയാണ് ഞാൻ കൊണ്ടുവച്ചത്, ബെഡ്റൂമിൽ ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ, ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞ് വെക്കുക കേട്ടോ ചെയ്യുക. അപ്പം ആ ചൂട് ഓൾറെഡി കാസറോളിൽ ചൂടുവെള്ളം കൊണ്ട് നമ്മൾ പിന്നെ അരച്ച് വെച്ചതുകൊണ്ട് ആ ചൂടുവെള്ളം എന്നിട്ട് ബെഡ്റൂമിൽ ഞാൻ 2 ബ്ലാങ്കറ്റ് ഉണ്ട് കേട്ടോ, അതിൽ ഒന്നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കരിമ്പടം എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഉള്ളിൽ കൊണ്ട് അടച്ച് വെക്കുക കേട്ടോ ചെയ്യുക. അപ്പം ഞാൻ 2 ദിവസം മുന്നേ ഇട്ട അരിയായിരുന്നു, അത് പിറ്റേ ദിവസം തലേന്നാണ് രാത്രി അരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ കേട്ടോ ഞാനിത് അരയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് പൊങ്ങിയോ എന്നുള്ളത് ഞാൻ പോയി നോക്കണം. അങ്ങനെ പോയി നോക്കിയ സമയത്ത് ഇതാ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പൊങ്ങി വരുന്ന മാവ് ഞാൻ ലേശം ഒന്ന് മാറ്റി വെക്കുക ചെയ്യും. പിന്നെ ഇനി അടുത്ത ദോശയ്ക്കോ ഇതേപോലെ അപ്പം ചുടണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് ആ പുളിച്ച മാവ് കേട്ടോ പിന്നെ ചേർക്കുക. അങ്ങനെ ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാ നല്ല അടിപൊളി മഴയും കൂടി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി വേണമെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളായിരുന്നു. ഇനി നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് വലിയ ദോശ കണക്കിന് ഞാൻ ദോശച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത്, ഇരുമ്പിൻ്റെ. അപ്പോൾ അതിൽ കുറച്ച് ഒരു തവി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ കേട്ടോ, ഒരുപാട് പരത്തിയെടുത്ത് ദോശമാരി. എന്നിട്ടത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. വേവിച്ചിട്ട് ഒന്ന് മേൽവശം അത്യാവശ്യം വെന്തതിന് ശേഷം അതിനെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ തിരിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അപ്പം നന്നായിട്ട് റെഡി ആയിട്ട് ഈ അപ്പം അങ്ങനെ ആവശ്യത്തിനുള്ള അപ്പമൊക്കെ ഞാൻ ചുട്ടെടുത്തതിന് ശേഷം അതിന് നല്ല ബീഫിൻ്റെ സ്റ്റൂ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരു ഇതിലിടാം. അപ്പം ബീഫിൻ്റെ സ്റ്റൂവും കൂട്ടിയിട്ട് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അന്ന് ലീവാണ്. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക തന്നെയല്ലേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അന്ന് ക്രിസ്മസിൻ്റെ അകത്ത് നിന്ന് അപ്പവും സ്റ്റൂ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അതേമാതിരി ഇങ്ങനെ കുറേശ്ശെ മാവെടുത്ത് പരത്തി ചുട്ടെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തർക്ക് വേണ്ട സമയത്ത് മാത്രമേ ചുട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ. കാരണം ചുട്ടിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് തണുത്തു പോകും. അപ്പോൾ പിന്നെ ആർക്കും അതിനോട് കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് അപ്പം ഒന്ന് ചുട്ട് നോക്കണം കേട്ടോ. കള്ളപ്പം എന്നൊക്കെ പറയും, പക്ഷേ കള്ളൊന്നും ഇല്ലാത്തൊരപ്പമാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.